ആട്ടം സിനിമയുടെ സംവിധായകൻ ആനന്ദ് ഏകർഷി നമുക്കൊപ്പം ചേരുകയാണ്. ആനന്ദ് ഏകർഷി, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു മലയാളികൾക്ക് വലിയ തരത്തിലുള്ള അഭിമാനത്തിന് വകയൊരുക്കിയതിന്. എങ്ങനെയാണ് ഈ സിനിമ ഒരുപക്ഷെ ആട്ടം താങ്കൾ പ്രതീക്ഷിച്ചതുപോലെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ പുരസ്കാരത്തെ താങ്കൾ കാണുന്നത്? ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഒരു സംവിധായകൻ അയാളുടെ ആദ്യത്തെ സിനിമയിൽ ഇതിലും വലുത് ഒന്നും ആഗ്രഹിക്കാൻ പറ്റില്ല. കാരണം ആ സിനിമയ്ക്ക് ആട്ടത്തിന് 3 അവാർഡുകളാണ്, നാഷണൽ അവാർഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. മികച്ച സിനിമയ്ക്കും സ്ക്രീൻ പ്ലേക്കും എഡിറ്റിങ്ങിനും. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും നമുക്ക് ആഗ്രഹിക്കാനോ സ്വപ്നം കാണാനോ പറ്റില്ല. അത്ര അതിയായ സന്തോഷത്തിലാണ് ഞാൻ. അല്ല, ഈ സിനിമ, ആ സിനിമയുടെ പ്രമേയം അത് തന്നെ സിനിമയും അഭിനയവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ്. അതിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യങ്ങളെ കുറിച്ച് താങ്കൾക്കൊന്ന് വിശദീകരിക്കാൻ കഥ, അതിന്റെ തിരക്കഥയിലേക്ക് എത്തിയ വഴികൾ. ഈ സിനിമ ഇതിലേക്ക് എത്തിയത് ഇതിന്റെ കാരണം വിനയ് ഫോർട്ടാണ്. ഞങ്ങൾ ഇതിനകത്ത് ഷാജോണും സെറിൻ എന്ന് പറയുന്ന നമ്മുടെ നടിയും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി 11 പേരെയും എനിക്കൊരു 20-22 വർഷമായിട്ട് അറിയാവുന്ന എന്റെ സുഹൃത്തുക്കളാണ്, നാടകക്കാരാണ്. വിനയ് ഫോർട്ട് ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ഒരു നാടക സംഘത്തിൽ വർക്ക് ചെയ്തവരാണ്. അപ്പൊ വിനയ് ആണ് എന്റെ അടുത്ത് പറഞ്ഞത്, വിനയുടെ എന്റെയും ഈ സുഹൃത്തുക്കൾ ഇവരെ സിനിമയിലോട്ട് കൊണ്ടുവരാൻ നിനക്കൊരു തിരക്കഥ എഴുതാൻ പറ്റുമോ, ഒരു സിനിമ ഡയറക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ വേറെ സിനിമ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് നിർത്തിയിട്ട് ഈ ആട്ടം തുടങ്ങുകയായിരുന്നു ചെയ്തത്. അപ്പൊ വിനയ് ആണ് ഇതിന്റെ ഒരു കാരണം എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാം. വിനയിലൂടെയാണ് ഈ സിനിമ ഉണ്ടാകുന്നത്. അപ്പൊ ഒരു കാസ്റ്റിന് വേണ്ടി ചെയ്ത സിനിമയാണിത്. പിന്നീടാണ് ഇതിന്റെ കഥയെല്ലാം ഉണ്ടായി വരുന്നത്. യെസ്, അതായത് താങ്കളുടെ ജീവിതത്തിലെ അനുഭവം, അഭിനയത്തിലെയും നാടകത്തിലെ അനുഭവങ്ങൾ തന്നെയാണ് ഈ സിനിമയ്ക്ക് കാരണമായി മാറിയത്. അതായത് സിനിമയുടെ പ്രമേയമല്ല, സിനിമയിൽ പറയുന്ന വിഷയമല്ല, പക്ഷെ നാടകത്തിന്റെ ഒരു പശ്ചാത്തലം, നാടകത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, നാടകക്കാരെ ഉപയോഗിച്ച് ആ സ്പേസ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഈ എന്റെ നാടകത്തിലുള്ള ലോകധർമ്മിയിലുള്ള എന്റെ അനുഭവ പരിചയം കൊണ്ട് തന്നെയാണ് ഈ സിനിമ ഉണ്ടായി വരുന്നത്. തീർച്ചയായും ഈ മലയാളത്തിൽ ഇതുപോലെ ഈ സിനിമയും നാടകവും ഒക്കെ പ്രമേയമായ നിരവധി സിനിമകൾ വന്നിട്ടുണ്ട്. കെ ജി ജോർജിന്റെ അടക്കം, യവനിക അടക്കമുള്ള സിനിമകൾ. ആ 2 കാലഘട്ടങ്ങൾ വരികയാണ്. ഈ പുതിയ കാലഘട്ടത്തിൽ താങ്കൾ പുതിയൊരു പ്രമേയത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി താങ്കളുടെ ആട്ടം കഴിഞ്ഞ അടുത്ത പ്രോജക്റ്റ് എന്താണ് താങ്കളുടെ? അടുത്തത് ഒരു ലവ് സ്റ്റോറിയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ കുറച്ച് പ്രണയവും പ്രേമവും ഒക്കെ എന്താണ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള ഒരു പദ്ധതിയിലാണ് അതിന്റെ എഴുത്ത് നടക്കുന്നു. താങ്ക് യു. അത് തികച്ചും ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്ന അർത്ഥത്തിൽ പറയാവുന്ന തരത്തിൽ? അങ്ങനെയല്ല, അതൊരു സിനിമയാണ്. ഇപ്പൊ അത് എങ്ങനെ എന്താവും എനിക്കറിയില്ല. ഒരു നല്ല സിനിമ ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ ഒരു സിനിമ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ആട്ടം താങ്കൾ കരുതിയ പോലെ പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ടോ നിലവിൽ? അതായത് തിയേറ്ററിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ അങ്ങനെ കോടികൾ ഉണ്ടാക്കിയില്ലെങ്കിലും ഒരു വലിയ വിഭാഗം തിയേറ്ററിൽ തന്നെ കണ്ടു. പക്ഷെ അത് OTT-ൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക്, ആമസോണിൽ ഇറങ്ങിയപ്പോൾ ഇന്ത്യയിൽ ത്രൂ ഔട്ട് ഒരുപാട് പേര് കണ്ടു എന്നുള്ളതാണ് എന്റെ ഒരു വലിയ സന്തോഷമുള്ള കാര്യം. ഒരുപക്ഷെ ഇനിയും OTT-ൽ ഉള്ളതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഒരു ലോഞ്ചിവിറ്റി പെട്ടെന്ന് അവസാനിക്കില്ല, കുറെ കാലം കൂടെ ഉണ്ടാവും. ഇപ്പൊ ഇങ്ങനെയുള്ള അവാർഡുകളൊക്കെ കിട്ടുമ്പോൾ കൂടുതൽ ആളുകൾ കാണും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്.